ഹായ് ഹലോ, രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഒരുപാട് കുട്ടികൾ എന്നോട് പറയാണ്, അമ്മ എന്ത് ചെയ്തിട്ടും വീട്ടിലേക്ക് ഒരു പുരോഗതി കിട്ടണില്ല. എന്തെങ്കിലും ചെടികൾ വെച്ചാൽ വീട്ടിലേക്ക് പുരോഗതി കിട്ടിച്ച അമ്മ അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് വാട്സപ്പിൽ ഒരുപാട് കുട്ടികൾ ചോദിച്ചു. ശരി, ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു മക്കളെ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ ഉറപ്പായിട്ട് 100% അല്ല 101% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ പട്ടിണി, പരാധീനം, പരാജയം ഒന്നും ഉണ്ടാവില്ല. പിന്നെ കണ്ണ് ദോഷം, പിന്നെ ദൃഷ്ടിദോഷം നിങ്ങൾക്ക് അറിയില്ലേ, ഓരോരുത്തരും നാവു ദോഷം, ഇതൊക്കെ നമുക്ക് വല്ലാതെ ഏൽക്കുന്നുണ്ട്. നമ്മൾ നേരെ കഴിയുന്നത് ഒരാൾക്ക് കണ്ടുകൂടാ അന്നത്തെ കാലം അല്ലേ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ വീട്ടിൽ ഒരുപാട് ദൃഷ്ടിദോഷം ഉണ്ട് മക്കളെ. അതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂല്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞേ. വാസ്തുശാസ്ത്രത്തിൽ ഇതിലും ഇതൊരു സംഭവം ഇല്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതിൽ ഞാൻ കുറച്ചൊക്കെ സാധനങ്ങൾ പറഞ്ഞുതരും. അതിലത്തെ ഏതെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യം പറയുകയാണ്. അത് തന്നെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് വളർത്താൻ നിങ്ങൾ നോക്കണം. നട്ട് നനച്ചാൽ പോരാ, അതിനെ നമ്മൾ രാവിലെ വണങ്ങണം എന്നാ പറയുന്ന സ്ത്രീകളെ. കൈകൊണ്ട് നമ്മൾ ചെന്നിട്ട് ഒന്ന് തൊട്ട് തലോടി നമ്മളൊന്ന് വണങ്ങണം. കണ്ണിൽ വെക്കണം കയ്യെ, ആ ചെടിയെ തൊട്ടിട്ട്. ആ ചെടി ഏതാ നിങ്ങൾക്ക് അറിയോ? വേറെ ഒന്നുമല്ല മക്കളെ, കരിമഞ്ഞൾ. ഈ കരിമഞ്ഞൾ നമ്മളെ വീടില് എവിടെ വെക്കാന്ന് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ. അത് നമ്മളുടെ വീടിന്റെ വടക്കോർത്ത എന്നാ പറയുക. വടക്കോർത്ത വാതിൽ തുറന്നാൽ കാണുന്നോർത്ത് വെക്കണം എന്നാ പറയണ കരിമഞ്ഞള്. അപ്പൊ നമ്മളെ വീട് വാതിൽ തുറന്നാൽ സെൻട്രലില് ആ സൈഡിലോ വെക്കാം, ഈ സൈഡിലോ വെക്കാം. സെൻട്രലിൽ നിന്ന് ഒന്നിങ്ങനെ മാറി വെക്കുക, വെറും സെൻട്രലിൽ വെക്കരുത്. കുട്ടികൾക്കുണ്ടൊരു ശീലം, വടക്കോർത്ത വാതിൽ തുറന്നിട്ട് തുപ്പുക അല്ലേ. നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ അങ്ങോട്ട് തുപ്പും. അതുമ്പോഴേക്ക് നമ്മൾ ഇച്ചിലൊന്നും ആക്കാൻ പാടില്ല. ശുദ്ധ പവിത്രതയാണ് അത് നമ്മളെ വീടിന്റെ ഏതൊരു ദോഷവും അതിന് കളയാൻ പറ്റും. കാരണം നമ്മളൊക്കെ ദൃഷ്ടിദോഷമൊന്നും പിന്നെ നമ്മളെ വീട്ടിലേക്ക് വരില്ല എന്നാ പറയുന്നത്. ശനിദോഷം പോലും പോവും. എല്ലാത്തിനും ഒരു ഉത്തമ പരിഹാരമാണ് കേട്ടോ വാസ്തുചെടി. അത് ഒരെണ്ണെങ്കിലും നിങ്ങളെ വീട്ടിൽ നിങ്ങളൊന്ന് കൊടുന്ന് നട്ട് നനയ്ക്ക്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ നമ്മളെ സാധാ മഞ്ഞള്, അതുപോലെ കസ്തൂരി മഞ്ഞൾ, ഇതൊക്കെ മുറിച്ചാൽ വെറും മഞ്ഞ കളറാണ് ഉള്ളിൽ കാണുന്നല്ലേ. ഇതങ്ങനെയല്ല മക്കളെ, ഒരു കറുപ്പ് കളർന്ന ഒരു വൈലറ്റ് കളറാണ് അത് മുറിച്ചാൽ. ഒരു നീല വൈലറ്റ് ആണ് ആ മഞ്ഞൾ മുറിച്ചാൽ. അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ എവിടുന്നെങ്കിലും കൊടുന്ന് നടണം. നട്ടാൽ മാത്രം പോരാ, നമ്മൾ നനയ്ക്കണം. മഴക്കാലാണെങ്കിലും നമ്മൾ തീർത്ഥം പോലെയാണ്. അതിലേക്ക് ഒരു ലേശമെങ്കിലും നമ്മളെ കൈകൊണ്ട് ദിവസവും രാവിലെ നമ്മൾ പെണ്ണുങ്ങൾ കണി കാണാൻ പോകുമ്പോൾ അതിനെ കണി കാണണം എന്നാ പറയുന്നത്. അപ്പൊ കണി കാണുമ്പോൾ നമ്മളൊരു കൈക്കൊടുന്ന വെള്ളം ആ ചെടിക്ക് നമ്മൾ കൊടുക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് ആ ചെടി ഒന്ന് തൊട്ട് നമ്മൾ കണ്ണിൽ വെച്ചുകൊള്ളൂ. നിങ്ങൾ ഒരു വർഷമൊന്നും തികയേണ്ട, നിങ്ങൾ മാറ്റം അറിയും. നിങ്ങൾ ഉറപ്പായിട്ടും അറിയും. കാരണം കോടീശ്വരനെ ആക്കും നിങ്ങളെ ആ ചെടി. പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ല കേട്ടോ. കരിമഞ്ഞളിന് അത്രയും പവറാ മക്കളെ, പവർഫുള്ളാണ്. കാരണം നമ്മളെ ദൃഷ്ടിദോഷവും വാക്കുദോഷവും നമുക്ക് എന്ത് ദോഷവും ചുറ്റിലും നല്ല നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ആ കരിമഞ്ഞളുള്ള ഭാഗത്തേക്ക് അത് വരില്ല. നെഗറ്റീവ് എനർജി കളയാൻ ഏറ്റവും ഉത്തമം കരിമഞ്ഞളാണ് കേട്ടോ. അപ്പൊ അത് വെക്കേണ്ട സ്ഥലം പറഞ്ഞില്ലേ, വടക്കോർത്ത വാതിൽ തുറക്കുമ്പോൾ ഒന്ന് തെറ്റിയിട്ട് അങ്ങോട്ട് വലത്തെ കൈയിന്റെ ഭാഗത്തേക്കും വെക്കാം, ഒന്ന് തെറ്റിയിട്ട് ഇടത്തെ കൈയിന്റെ ഭാഗത്തേക്കും വെക്കാം, എവിടേക്കും വെക്കാം. അതിന്റെ തൊട്ടടുത്ത് നിങ്ങൾ വെക്കേണ്ട ഒരു സംഭവം എന്താണെന്നറിയോ? നമ്മളെ പനിക്കൂർക്ക. ഈ കരിമഞ്ഞൾ ഉള്ളവർക്ക് പനിക്കൂർക്ക വേണമെന്നാ പറയുന്നത്. അപ്പൊ ഈ പനിക്കൂർക്ക എവിടെ ഉണ്ടോ അവിടെ കരിമഞ്ഞൾ വെക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മളെ ഈ കവുങ്ങുണ്ടല്ലോ, നമ്മളെ വീട്ടിലൊരു കവുങ്ങൻ തൈയിനും അതിന്റെ അടുത്ത് കൊടുന്ന് വെക്കണം എന്നാണ്. ഒരു കവുങ്ങൻ തൈ അതിന്റെ അടുത്ത്. മഹാലക്ഷ്മിക്ക് പ്രധാനപ്പെട്ടതാണ് മക്കളെ അടയ്ക്ക, അറിയാലോ. അപ്പൊ ഈ കരിമഞ്ഞളും പിന്നെ അതേപോലെ പനിക്കൂർക്കയും കവുങ്ങും ഒരേ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ വെച്ചടി കയറ്റാണ് ആ വീട്ടില്. പിന്നെ ആ വീട്ടില് യാതൊരു പരാജയങ്ങളും ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ പിന്നെ ഇനി അടുത്തത് എന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇതെന്തായാലും നിങ്ങൾ വെക്കണം. പിന്നെ പറയണതൊക്കെ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ വെക്കണം കേട്ടോ. അപ്പൊ ഓരോ വീട്ടിലും ഓരോ സ്ഥാനത്താണ് ഇത് വെക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അത് വടക്കോർത്ത വാതിൽ തുറക്കണേന്റെ അല്ലാതെ ഉമ്മർ ഭാഗത്തല്ല കേട്ടോ. ഇത് 2ഉം 3ഉം വെക്കേണ്ടത്. കവുങ്ങും അതേപോലെ തന്നെ കരിമഞ്ഞളും അതേപോലെ പനിക്കൂർക്കയും. ഇത് നമ്മളെ 2 പുറത്തേക്ക് വേണമെങ്കിലും വെക്കാം. വടക്കോർത്ത വാതിൽ തുറന്നു നോക്കുമ്പോൾ കണി കാണാൻ സ്ത്രീകൾക്ക് ഇത്രയും നല്ല ഒന്നുമില്ല. പിന്നെ നമ്മളുടെ അടുക്കള ഭാഗത്ത്, നമ്മളെ വീടിന്റെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത്, അപ്പോൾ നമ്മളെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തെ കുപ്പിയില് മണി പ്ലാന്റ് നിങ്ങൾ വളർത്തി ഉണ്ടാക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ മണി പ്ലാന്റ് വളരും തോറും നമ്മളെ വീട്ടില് പൈസ കുമിഞ്ഞുകൂടും. അതും വാസ്തുട്ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങാനും നിങ്ങൾക്ക് ഉണ്ടല്ലോ ഇത് വളർന്നു വരാതെ ചിലത് കരിഞ്ഞു പോണു, ഉടൻ വെറും കുപ്പി അവിടെ
ഒരിക്കലും വെക്കാൻ പാടില്ല. വെറും കുപ്പി, ശൂന്യമായ ഒരു കുപ്പി അവിടെ വെക്കരുത്. അത് കടുത്ത ദോഷമാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ആ കുപ്പി മാറ്റുക, അല്ലെങ്കിൽ പുതിയൊരു മണി പ്ലാന്റ് അതിൽ കൊടുന്ന് വെക്കുക. അങ്ങനെയാണ് ആ കുപ്പി അവിടെ വെക്കാവുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് മാത്രമാണ് മണി പ്ലാന്റ് വളർത്താൻ ഏറ്റവും നല്ലത്. അപ്പൊ വെറും കുപ്പി അവിടെ ശൂന്യതയാവാതെ നിങ്ങൾ നോക്കണം. കുപ്പിയിൽ കുറച്ച് വെള്ളമായിട്ടൊന്നും അവിടെ ഇരിക്കാൻ പാടില്ല. എപ്പോഴും അത് അഗ്നികോണാണ്, അതുകൊണ്ട് അവിടെ വെള്ളമായിട്ട് ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് കുപ്പിയിൽ നിന്ന് ചെടി കരിയെ എന്തേലും ചെയ്താൽ പെട്ടെന്ന് എടുത്ത് മാറ്റി, അല്ലെങ്കിൽ പുതിയൊരു ചെടി അവിടെ വെക്കുക. ഇതും നമുക്ക് സൗഭാഗ്യം കൊണ്ടുവരും, പൈസ നമ്മളെ വീട്ടിലേക്ക് വരുന്നുള്ളതാണ്. അപ്പൊ നിങ്ങളിത് ഒരെണ്ണെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളെ കരിമഞ്ഞൾ പോലെ തന്നെ നമ്മളെ മണി പ്ലാന്റ് ഇപ്പോൾ പല വീട്ടിലും നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അവരുടെ വീട്ടിലൊക്കെ പുരോഗതി നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളും മടിക്കണ്ട കേട്ടോ, ഒരു മണി പ്ലാന്റ് കൊടുന്നുണ്ടാക്കിക്കോളൂ. വലിയ ചെലവൊന്നുമില്ല, നമുക്ക് എവിടുന്ന് ഇത് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലായിടത്തും കൂടി വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുക്കളയുടെ ജനലിൽ കൂടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു മരം, അത് എന്താണെന്നറിയോ? തെരളി. നിങ്ങൾ എന്താ പറയാന്നറിയില്ല. നമ്മൾ ഈ കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇല എടുക്കുന്നുണ്ട്. ഇലമംഗലം എന്നും പറയുന്നുണ്ട്, അതിന് തെരളി എന്നും പറയുന്നുണ്ട്, ഇലമംഗലം എന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ചെടി നമ്മളെ വീട്ടിലേക്ക് പുരോഗതിയാണ് കേട്ടോ, സൗഭാഗ്യം കൊണ്ടുവരും. അപ്പൊ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ഒരു തെരളി മരം കണ്ടു, അല്ലെങ്കിൽ ചെറിയ തെയ്യ് എവിടെയെങ്കിലും കിട്ടിച്ചാൽ നമ്മൾ അടുക്കള ജനല് തുറക്കുമ്പോൾ കാണുന്നോർത്ത് അത് വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ കറ്റാർവാഴ വെക്കുന്നത് മഹാഭാഗ്യം കൊണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. നമ്മളെ മുടി വളരാൻ മാത്രമല്ല, പിന്നെ നമുക്ക് ഈ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ അതൊരു മരുന്നാണ്. അത് അകത്തേക്ക് കഴിക്കാനും ഒരു മരുന്നാണ്. കൂട്ടത്തിൽ നമ്മളെ വാസ്തുശാസ്ത്ര പ്രകാരം ഇത് സൗഭാഗ്യം കൊണ്ടുവരും. കറ്റാർവാഴ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ടതില്ല മക്കളെ, വച്ചടി കയറ്റാണ്. അപ്പൊ ഒരു കൂട് കറ്റാർവാഴ നിങ്ങൾ കൊടുന്ന് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ചില വീടിന്റെ അടുക്കളവാതിൽ പടിഞ്ഞാറോട്ട് നോക്കിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കറിവേപ്പ് അവിടെ നടാൻ നന്ന്. അടുക്കളവാതിൽ പടിഞ്ഞാറോട്ട് നോക്കണ വീട്ടിൽ മാത്രമേ കറിവേപ്പ് പടിഞ്ഞാറ് ഭാഗത്തൊന്നും വെക്കാൻ പാടുള്ളൂ. അല്ലാത്ത ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്തൊന്നും കറിവേപ്പ് വെക്കാൻ പാടില്ല. അപ്പൊ അടുക്കള പടിഞ്ഞാറോട്ടുള്ളവർ മാത്രം അവിടെ ഒരു മൂട് കറിവേപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിന് ആ കറിവേപ്പ് വളരുന്നത് പോലെ ആ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും പുരോഗതിയിലേക്ക് കുതിക്കുന്ന പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഈ പാലുള്ള വൃക്ഷങ്ങളൊന്നും പടിഞ്ഞാറ് ഭാഗത്ത് പാടില്ല മക്കളെ. കാലൻ കയറുന്ന പറയുന്നത്. പണ്ട് നമ്മളുണ്ടല്ലോ അരളി, അങ്ങനെ പാലുള്ള പാല, അങ്ങനെ പാല് പൊട്ടിച്ച ഈ പൂക്കളിൽ നിന്നൊക്കെ പാല് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അങ്ങനത്തെ ഒരു ചെടി നമ്മൾ ആ പടിഞ്ഞാറ് ഭാഗത്ത്, വീട് പടിഞ്ഞാട്ടാണെങ്കിൽ ഒട്ടും പാടില്ല. വീടിന്റെ അടുക്കള വാതിൽ പടിഞ്ഞാട്ടാണെങ്കിൽ ഒരിക്കലും അവിടെ പാലുള്ള വൃക്ഷം ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് മാറ്റണതാണ് ഏറ്റവും നല്ലത്. കാലൻ കയറുന്ന പറയുന്നത്, ദുഃഖം ഒഴിയില്ല. അപ്പൊ നമ്മള് പാലുള്ള വൃക്ഷങ്ങളൊന്നും അവിടെ നടാതെ ശ്രദ്ധിക്കണം. പടിഞ്ഞാട്ട് വാതിലുള്ളവരെ, വടക്കുവർത്ത വാതിൽ പടിഞ്ഞാട്ടുള്ളവരെ ഒരേ ഒരു വൃക്ഷം അവിടെ വളർത്തിയാൽ പുരോഗതി, അത് കറിവേപ്പ്. പിന്നെ മക്കളെ, ഇലവ പറഞ്ഞിട്ടൊരു മരമുണ്ട്. അതൊരിക്കലും നമ്മളെ വീട്ടിൽ നട്ട് വളർത്താതിരിക്കേണ്ടതാണ് ഏറ്റവും നല്ലത്. ദുഃഖവും ദുരിതവും ഒന്നും ഒഴിയില്ല. അപ്പൊ നമ്മളെ വീട്ടിൽ പറ്റണ മരം മാത്രം നമ്മൾ ചെടികൾ വെച്ച് വളർത്തുക, അല്ലാത്ത ഒന്നും നമ്മൾ ഉപേക്ഷിക്കുക. പിന്നെ നിങ്ങളോട് ഞാൻ പറയേണ്ട, കിഴക്ക് വടക്ക് മൂലയില് ഒരു തുളസിത്തറയൊന്നും വേണ്ട, ഒരു തുളസിയും അതിന്റെ കൂടെ നമ്മളുടെ സാധാ മഞ്ഞളില്ലേ, അങ്ങനത്തെ ഒരു മഞ്ഞളും കൂടെ വളർത്തുക. ലക്ഷ്മി ദേവിക്ക് പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഈ മഞ്ഞളും തുളസിയും ഒരേ സ്ഥലത്ത് വെക്കുക. അതെല്ലാരും നോക്കുക. അതിനൊന്നും വലിയ ചെലവില്ലാത്ത കാര്യങ്ങളാണല്ലോ അല്ലേ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ വാസ്തു ടിപ്പുകളെ അതിലത്തെ ഏതെങ്കിലും രണ്ടെണ്ണം, ഞാൻ പറഞ്ഞ കരിമഞ്ഞൾ ആരും മറക്കണ്ട കേട്ടോ, എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചൊന്ന് വെക്കേ കേട്ടോ. പിന്നെ അതേപോലെ പനിക്കൂർക്ക, ചെലവില്ലാത്ത കാര്യം. പിന്നെ കറ്റാർവാഴ, ഇതൊക്കെ നമ്മളെ വീട്ടിൽ നമ്മളെ കൊണ്ട് സാധിക്കും, സ്ത്രീകളെ കൊണ്ട് സാധിക്കും കേട്ടോ. ഇത് നമുക്ക് കടകളിലൊക്കെ കാണാം. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് വഴിയോരങ്ങളിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില നഴ്സറികളിൽ നിന്ന് ഇത് കിട്ടും. അപ്പൊ എല്ലാവരും അതൊക്കെ വാങ്ങി ഓരോ മൂടെങ്കിലും വെച്ച് വളർത്തുക. പിന്നെ നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ട്, ദുരിതം, ദുഃഖം എന്ന് പറയേണ്ടി വരില്ല മക്കളെ. സൗഭാഗ്യം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അമ്മ ഈ പറഞ്ഞ വാസ്തു ടിപ്പൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ കേൾക്കുക, അതൊക്കെ അതേപോലെ ചെയ്യുക. എന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട്, ഇപ്പൊ ഇന്നത്തെ വീഡിയോക്ക് കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല, ഈ ചെടികളൊക്കെ ഉള്ളവർ എന്നോടൊന്ന് കമന്റിൽ അറിയിക്കണം കേട്ടോ. ഒന്നും വേണ്ടിയിട്ടല്ല, അറിയാൻ വേണ്ടിയിട്ടാണ്. ആരൊക്കെ ഇതൊക്കെ ചെയ്തണമെന്ന് അറിയാലോ അമ്മയ്ക്ക്. അപ്പൊ ഇത്രയ്ക്കല്ലോ ഇന്നത്തെ വീഡിയോ. ഇതെല്ലാവരും ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ അമ്മടണം അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.